നമുക്ക് അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ആർക്കെങ്കിലും വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 തൊട്ടിട്ട് 14 വരെ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. താങ്ക് യു. അത് മതി. താങ്ക് യു. അപ്പം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 അവസാന ഭാഗത്ത് ആ വാക്യം മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആളൂടാതെ സ്നേഹിക്കുന്ന ആളുടെ സ്വർഗീയ പിതാവേ, അപ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ രാവിലെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നു. വളരെ നല്ലൊരു സമയത്തെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കേട്ട പോലെ കർത്താവേ, ദൈവവചനത്തിലൂടെ അല്ലാതെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല ഞങ്ങൾ തീർച്ചയായിട്ടും അറിയുന്നു. അങ്ങയിൽ നിന്ന് ഞങ്ങൾ കേൾക്കണം, അങ്ങയിൽ നിന്ന് കേൾക്കണം, മനുഷ്യ ശബ്ദമല്ല. യേശുവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങൾ ഈ രാവിലെ കേൾക്കുവാൻ തൊക്കണം. നിൻ്റെ പ്രിയ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ശ്രദ്ധയുള്ള ചെവിയും കർത്താവേ, അനുസരണയുള്ള ഹൃദയവും അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അങ്ങ് അടിയങ്ങളോട് സംസാരിക്കണം. അപ്പോൾ അങ്ങ് സംസാരിക്കണം കർത്താവേ. ഈ രാവിലെ കർത്താവേ, അങ്ങ് ഇറങ്ങി വന്ന് കർത്താവേ അങ്ങ് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. അല്പസമയം അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നു കർത്താവേ. സകല മാനവും മഹത്വവും അപ്പോൾ അങ്ങേക്ക് മാത്രം നൽകുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണം പിതാവേ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കൊലോസ്യർ 3-ന്റെ അവസാന ഭാഗത്ത് കാണുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയുന്നൊരു ഭാഗമല്ലേ അത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ന്റെ 12 തൊട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അപ്പം പാസ്റ്റർ ഇവിടെ ദൈവവചനത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു ഭാഗമാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ ആരും അറിയില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ പറഞ്ഞതാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ഭാഗത്തെ ഈ വാക്യത്തോട് നമുക്കൊരു 4 ചോദ്യം ഈ വാക്യത്തോട് നമുക്ക് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്കിങ്ങനെ ചിന്തിക്കാം. ഞാൻ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ മറ്റുള്ളവരോട്? ആരും തലയാട്ടുന്നില്ല. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം, കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഇപ്പം യെസ് നോ ഒന്നും പറയണ്ട. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമതൊരു ചോദ്യം, എന്നെ വെറുത്തവരോട് അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തവരോട്, ഞാനിവിടെ എഴുതിയിരിക്കുന്ന എന്നെ ചതിച്ചവരോട്, അപമാനിച്ചവരോട് ഒക്കെ ക്ഷമിക്കാതെ എനിക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ എത്രാമത്തെ ചോദ്യത്തിലെത്തി? മൂന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ എന്തായിരുന്നു? കർത്താവ് ക്ഷമിച്ച പോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ക്ഷമിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? മൂന്നാമത്തത്, നമ്മളോട് അങ്ങേയറ്റം മോശമായിട്ട് പെരുമാറിയ ആളുകളോട് നമുക്ക് ക്ഷമിക്കാതെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുമോ? നാലാമത്തെ ചോദ്യം ഇച്ചിരി കട്ടിക്കുള്ളൊരു ചോദ്യമാണ്. ഇനി അങ്ങനെ ക്ഷമിക്കാതെ ഞാൻ അങ്ങോട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതിനെന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പ്രത്യാഘാതം അല്ലേ? എൻ്റെ മലയാളം അത്ര മോശമല്ല അല്ലേ? പ്രത്യാഘാതം, എന്തെങ്കിലും നമ്മളങ്ങനെ ക്ഷമിക്കാതെ അങ്ങോട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആളാണ്. കർത്താവ് എന്നോടെല്ലാം ക്ഷമിച്ചു.
ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, എന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല എല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് എന്നോട് കർത്താവ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഇത്രയും 4 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെ കരുണയില്ലാത്ത ദാസൻ്റെ ഉപമ അതൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്കു തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഇവിടെയാണ് നമ്മൾ ആ ഉപമ യേശു കർത്താവ് തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഭയിലെ ഒരാളെ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണം, അല്ലെങ്കിൽ ചർച്ച് ഡിസിപ്ലിൻ ആണ് ഇതിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇവിടെ ഇപ്പം നമ്മൾ ക്ഷമിക്കുന്നതിനെക്കുറിച്ചുള്ള ഉപമ കാണുന്നു. അതിന് താഴെ വിവാഹമോചനം പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചിന്തയാണ് കർത്താവ് കൊണ്ടുവന്നത്. അപ്പോൾ കർത്താവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ദാസന്മാരെ സ്വർഗരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുക ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കരുണയില്ലാത്ത ദാസൻ്റെ ഉപമ സഹോദരി വായിച്ചോട്ടെ. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നേണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നേണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസൻ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ടത് എന്താണ്? പത്രോസ് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുക, അല്ലേ? എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഒരു ബുക്കിൽ എഴുതി തരാൻ പറയുക കർത്താവിനോട്, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? 70 വട്ടം. അതെന്താ കാണിക്കുന്നത്? എണ്ണിക്കൂടാൻ പറ്റാത്ത അത്രയും പ്രാവശ്യം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്നുള്ളതാണ് ഈ കരുണയില്ലാത്ത ദാസൻ്റെ ഉപമ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേതാണ് വലിയ ചോദ്യം, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഉപമ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 2 രംഗങ്ങളായിട്ട് മാറ്റാം, അല്ലേ? ഒന്നാമത്തെ രംഗം, നമ്മളിപ്പോൾ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് ചിലപ്പോൾ കാണാതെ തന്നെ അറിയുമായിരിക്കും. ഈ കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണെങ്കിലും ഇതിനകത്ത് ഉപമയാണെങ്കിലും ഇതിനകത്ത് വളരെ സീരിയസ് ആയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രംഗത്തിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? ഒരു രാജാവ് തൻ്റെ എന്താ അവിടെ പറഞ്ഞത്? സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അപ്പോൾ അവിടെ ആരാ ഉണ്ടായിരുന്നത്? ഈ രാജാവിന് ഒരു ദാസനുണ്ടായിരുന്നു, അല്ലേ? അപ്പം ആ ദാസന് എത്ര കടം ഉണ്ടായിരുന്നു എന്ന് അവിടെ പറഞ്ഞത്? 10,000 താലന്ത് കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവ് എന്തു പറഞ്ഞു? അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കടമെല്ലാം അവൻ വീട്ടട്ടെ എന്ന് പറഞ്ഞു. ഇനി അവനില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഭാര്യയും മക്കളെയും എല്ലാവരെയും വിറ്റ് ആ കടം തീർക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്തു പറഞ്ഞു? അവൻ വന്ന് കരഞ്ഞ്
രാജാവിനോട് പറഞ്ഞു, അയ്യോ രാജാവേ, എന്നെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ എന്താ കാണുന്നത്? അതുകൊണ്ട് ആ ദാസൻ വീണവനെ നമസ്കരിച്ച്, യജമാനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. പണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് എൻ്റെ വിചാരം ഇളച്ചു കൊടുത്താൽ കുറച്ച് കൊടുത്തു എന്നായിരുന്നു. ശരിക്കും അതല്ല, മലയാളം എന്ന് എനിക്ക് പിന്നെ ഇംഗ്ലീഷ് വായിച്ചപ്പോൾ മനസ്സിലായി. അവിടെ എന്താ പറയുന്നത്? ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും ഇനി ഒന്നും അടയ്ക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ രംഗം അല്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ രംഗം, 2 സീനേ ഉള്ളൂ ഇതിനകത്ത് ഈ ഉപമയിൽ. രണ്ടാമത്തെ സീൻ എന്താണ്? പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര സംഭവമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ, മുഴുവൻ 10,000 താലന്ത് കൊടുക്കാനുള്ളവനോട് നീ ഒന്നും തരണ്ട എന്ന് രാജാവ് പറഞ്ഞു കഴിയുമ്പോൾ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരെ കണ്ടു? ഇതാ വരുന്നു, വേറെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് വരുന്നു അല്ലേ? അപ്പോൾ അവൻ എന്ത് കൊടുക്കാനുണ്ട്? 100 വെള്ളിക്കാശ്. ഇത് ശരിക്കും ഒരിച്ചിരി നമ്മൾ കണക്ക് കൂട്ടിയല്ല കേട്ടോ ഇതിൻ്റെ ഗൗരവം പിടികിട്ടുന്നത്. 1 വെള്ളിക്കാശ് 1 ദിവസത്തെ കൂലിയാണ്. അത് നമുക്ക് ബൈബിളിൽ നിന്നല്ല എല്ലാവർക്കും അറിയാം അല്ലേ? 1 വെള്ളിക്കാശ് 1 ദിവസത്തെ കൂലി. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 6000 വെള്ളിക്കാശാണ്. 1 താലന്ത് 6000 വെള്ളിക്കാശ്. പലതരം കണക്കുകൾ നമുക്ക് കാണാം കേട്ടോ. ഇതൊന്നും ഞാൻ ഇരുന്ന് കണക്ക് കൂട്ടിയതല്ലേ, ഇതൊക്കെ ഞാൻ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 4 ഗ്രാം സിൽവറാണ്, വെള്ളി 4 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ നോക്കി 1 താലന്ത് 6000 വെള്ളിക്കാശ്. അപ്പോൾ 10,000 വരുമ്പോൾ എത്ര വരും? 6 കോടി വെള്ളിക്കാശ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത അത്ര വലിയ ഒരു സംഖ്യയാണ്. അതായത് അന്നത്തെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 1 വെള്ളിക്കാശേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ മനുഷ്യന് എത്ര ദിവസം ജോലി എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ 6 കോടി വെള്ളിക്കാശ് അവന് കിട്ടുന്നത് അല്ലേ? 6. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ച് നോക്കണം, മറ്റേ ആളുടെ കയ്യിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? അവൻ എത്ര കൊടുക്കണമായിരുന്നു? 100 വെള്ളിക്കാശ്. അപ്പം നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കില്ലേ, ഈ മനുഷ്യന് എത്ര വലിയൊരു കടമാണ് ആ രാജാവ് ഇളച്ചു കൊടുത്തത്. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? നമ്മൾ തുടങ്ങിയത് എവിടുന്ന? വെള്ളിക്കാശിലായി പോകരുതേ മനസ്സ്. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ്. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യ ഇളച്ചു കൊടുത്തിട്ട് മറ്റേ ആൾക്ക് 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ള അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് അവനോട് എന്ത് പറഞ്ഞു? ഇല്ല, എനിക്ക് പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, നീ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു? തടവിലാക്കി. ആ മനുഷ്യൻ ആരോടും ഇതൊന്നും പറയുന്നില്ല. നമ്മൾ ഉപമയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടു നിന്ന് മറ്റുള്ളവരുണ്ട് അല്ലേ, കൂട്ടുദാസന്മാരുണ്ട്. അവരെന്ത് ചെയ്തു? അവർ രാജാവിനെ ഇത് അറിയിച്ചു. രാജാവ് ഇത് അറിയിച്ചപ്പോൾ എന്തു ചെയ്തു? വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. ഇനി ഇതിനൊരു കൺക്ലൂഷൻ യേശു കർത്താവ് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനം. എന്താണ് അവിടെ അവസാനം പറയുന്നത്? ചില ഉപമകൾ കർത്താവ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വിടുക ചെയ്യുക അല്ലേ? മറ്റു ഉപമകളോ അതിൻ്റെ അവസാനം ഇതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടെ പറയും. ഇത് അങ്ങനത്തെ ഒരു ഉപമയാണ്. അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. എങ്ങനെ തന്നെ ചെയ്യും? എന്തോ പറ്റിയത് നമ്മുടെ ആദ്യത്തെ ദാസന്? രംഗം 1 ദാസൻ എന്താ പറ്റിയത്? പുള്ളിയെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ച്, അത് അവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. അവനെ പുറത്ത് ഇരുട്ടും പല്ലുകടിയുള്ള സ്ഥലത്തൊന്നും തട്ടിയെന്ന് പറയുന്നില്ല കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കടമൊക്കെയും തന്ന് തീർക്കുവോളം. അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താണ് അവിടെ പറയുന്നത്. കടമൊക്കെയും തന്ന് തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, യേശു കർത്താവ് എന്താ അവിടെ പറയുന്നത്? ഇങ്ങനെയാണ്
നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 4 ചോദ്യം ചോദിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോയാൽ എന്താ പറയുക? കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഇപ്പോഴും ആരും തലയാട്ടുന്നില്ല. കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ലെന്നും ഉണ്ടെന്നും പറയാം. ഇല്ല. ആ സഹോദരി വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? ശരിയാണ്, കർത്താവ് ക്ഷമിച്ച പോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷെ പറ്റും. കാരണം എന്താ? കർത്താവ് നമ്മളോട് എത്രമാത്രമാണ് ക്ഷമിച്ചതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ അയൽവക്കക്കാരനും നമ്മുടെ അയൽവക്കത്തൊന്നും പോകണ്ടല്ലേ, വീട്ടിൽ ഭാര്യയും ഭർത്താവൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ അവർ ചെയ്തത് എന്താണ്? 100 വെള്ളിക്കാശ. അപ്പോൾ നമുക്ക് പറ്റുമോ? പറ്റും, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ എന്താ, അത് പറയാൻ നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ നമ്മൾ ഇത് ഓർത്താൽ മതി, നമ്മളോട് എന്തുമാത്രം നമ്മുടെ കർത്താവ് ക്ഷമിച്ചു. നമ്മുടെ പാപ സ്വഭാവത്തിലായിരുന്ന നമ്മളെ, ജന്മനാ പാപ സ്വഭാവത്തിലാണ്, അല്ലേ? ജനിച്ച് വീണപ്പോൾ തൊട്ടിട്ടേ പാപ സ്വഭാവത്തിൽ, അതിൻ്റെ കൂടെ നമ്മളായിട്ട് ചെയ്തു വെച്ചത് വേറെയും വരും. ഇതെല്ലാം കൂടെ ഒരു നാൾ കർത്താവ് നമ്മളോട് എന്ത് ചെയ്തു? നമ്മളോട് ക്ഷമിച്ചു. നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷ സ്വീകരിച്ചപ്പോൾ നമ്മളോട് ക്ഷമിച്ചു. ആ ക്ഷമിച്ച അതിൻ്റെ ആ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാണ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റിയില്ലേ. കാരണം എന്താണെന്നറിയോ? കർത്താവ് നമ്മളോട് എത്ര ക്ഷമിച്ചു നമുക്ക് യാതൊരു പിടിയുമില്ല. കർത്താവ് നമ്മളോട് നമ്മുടെ പാപങ്ങൾ എന്തുമാത്രമാണ് നമ്മളോട് ക്ഷമിച്ചതെന്ന് നമുക്ക് യാതൊരു ഗ്രാഹ്യവും നമുക്കില്ല. അങ്ങനെ ആവാൻ പറ്റുമോ? അങ്ങനെ ആയിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ കർത്താവാണല്ലേ. അപ്പം അത് നമുക്ക് അറിയുന്നില്ലെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതെല്ലാം ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രം നമ്മളോട് ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്. കൂട്ടുദാസനോട് ക്ഷമിക്കാൻ പറ്റാത്തത് ദൈവം തന്നോട് എന്തുമാത്രം ക്ഷമിച്ചു എന്ന് ഓർക്കാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ഈ ആദ്യത്തെ രംഗത്തിലെ ദാസനുണ്ടല്ലോ, 10,000 താലന്ത് രാജാവ് ക്ഷമിച്ച ആൾ, ഇദ്ദേഹത്തിൻ്റെ തനി നിറം എപ്പോഴാണ് നമുക്ക് മനസ്സിലായത്? രണ്ടാമത്തെ രംഗം വന്നപ്പോഴാണ്, അല്ലേ? അതുവരെ പ്രശ്നമില്ലല്ലോ. 10,000 താലന്ത് കടം ഉണ്ടായിരുന്നു, ക്ഷമിച്ചു, സന്തോഷിച്ചു, പാട്ടുപാടി ഇങ്ങനെ നടന്നു പോകുന്നു. എന്തൊരു സന്തോഷമല്ലേ, എന്തു സന്തോഷം അല്ലേ, എന്തൊരാനന്ദം അല്ലേ, നല്ല സുഖം, എല്ലാം നല്ലതാണ് അല്ലേ. പക്ഷേ എന്തു പറ്റി? ഈ പുള്ളി ആരാന്നുള്ളത് പിടികിട്ടിയത്, അല്ലെങ്കിൽ രാജാവ് അവനോട് എന്താണ് ചെയ്തതെന്ന് അവന് യാതൊരു പിടിയുമില്ലാന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? രണ്ടാമത്തെ കൂട്ടുദാസൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച അവനെ തടവിലാക്കിയപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ഈ പുള്ളി ആരാണെന്നുള്ളത്. അപ്പം നമ്മളും ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം എന്താവും? ഇല്ലാതെയാകും. നമ്മുടെ ചുറ്റുമുള്ളവർക്കും കർത്താവിന് പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് വേണ്ട അറിയാൻ, അതിന് മുന്നേ അറിയാം നമുക്ക് ആരോടൊക്കെ ക്ഷമിക്കാൻ പറ്റാതെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ എന്തു പറ്റും? നമുക്ക് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടും. പിന്നെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ എന്താ ചോദിച്ചത്? എന്നെ ഉപദ്രവിച്ചവരോടും വെറുത്തവരോടൊക്കെ ക്ഷമിക്കാതെ എനിക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുമോ? നാലാമത്തെ ചോദ്യം കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇനി അങ്ങനെ ജീവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ആർക്കെങ്കിലും? ഞാൻ എന്തായാലും യേശുവിനെ സ്വന്തം സ്വീകരിച്ച് ഞാൻ സ്നാനപ്പെട്ടു,
ഞാൻ നല്ല സാം പാസ്റ്ററിൻ്റെ നല്ല ചർച്ചിലാണ് ഞാൻ പോകുന്നത്, ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ഒരു ആരാധനയും ഞാൻ മുടക്കാറില്ല. പിന്നെന്താ പാസ്റ്റർ, ക്ലസ്റ്റർ അല്ലേ, അതിനും ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിലെല്ലാം ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എന്നോട് ഈ ചെയ്ത പോലെ വേറെ ആർക്കും ഇങ്ങനെയൊരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടോ? ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഉപമയെ കൂടെ പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യാഘാതം മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, പക്ഷേ അല്പസമയം കൂടെ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് 2 തിമോത്തിയോസ് 3:16 എന്താ പറയുന്നത് നോക്കാം. ഒന്ന് വായിക്കാമോ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് അല്ലേ? അത് എന്തിനാണെന്നാ പറഞ്ഞത്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. തിമോത്തിയോസിന് പൗലോസ് ഇത് എഴുതുന്ന കാലത്ത് ഏത് തിരുവെഴുത്താണ് ഉണ്ടായിരുന്നത്? പഴയ നിയമം അല്ലേ? പിന്നീട് അതിന് ശേഷമല്ലേ പുതിയ നിയമമൊക്കെ എഴുതിയത്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്തുള്ള തിരുവെഴുത്തുകളെന്ന് പറയുന്നതാണ് പഴയ നിയമം. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു കഥയാണ്. എങ്കിലും നമുക്ക് അല്പസമയം ആ കഥയിലൂടെ ഒന്ന് കടന്നു പോയിട്ട് ഒരു വ്യക്തിയെ കാണാൻ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാതെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ദാവീദ് രാജാവിൻ്റെ ഒരു മകനുണ്ടായിരുന്നു അല്ലേ, അബ്ശലോം. അബ്ശലോമിൻ്റെ കഥ നമ്മളെങ്ങനെയാണ് അറിയുന്നത്? അബ്ശലോം ശരിക്കും ദാവീദ് രാജാവിൻ്റെ 3ാമത്തെ മകനാണ്. മാഖ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായിരുന്ന മകനാണ് അബ്ശലോം. അബ്ശലോമിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, താമാർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ദാവീദ് രാജാവിൻ്റെ അഹീനോം എന്ന ഭാര്യയിലുണ്ടായ ആദ്യത്തെ മകനാണ് അമ്നോൻ. ഇപ്പം നമ്മളിൽ പഴയ നിയമം നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് നന്നായിട്ട് ഈ കഥ അറിയാം. ഒരു ദിവസം എന്തു പറ്റി? അമ്നോന് താമാറിൻ്റെ അടുത്ത് തെറ്റായ ചില ചിന്തകളുണ്ടായി. അപ്പം അമ്നോന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, യോനാദാബ് വലിയ ഉപായിയായിരുന്നു എന്നാണ് ദൈവവചനം നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഐഡിയ കൊടുത്തു. താമാറിനെ രാജാവിനോട് പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ വട കഴിക്കണം, അവളുടെ കൈ കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞ് ഈ താമാറിനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരികയും നമുക്കറിയാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം ഈ അമ്നോൻ ഈ താമാറിനെ സ്വീകരിക്കാനും തയ്യാറായില്ല. അപ്പോൾ താമാർ പറയുന്നുണ്ട്, എൻ്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി കളയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കാതെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദാവീദ് രാജാവ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞാൽ ഈ താമാറിൻ്റെ സഹോദരനായ അബ്ശലോമിനെ നമുക്കവിടെ കാണാം. അബ്ശലോമിനെ പറ്റി എന്താ പറയുന്നത് പറഞ്ഞാൽ 2 ശമൂവേൽ 13-ാം അധ്യായം അതിൻ്റെ 21ഉം 22ഉം വായിച്ചു കഴിഞ്ഞാൽ കാണാം. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെ കേട്ടപ്പോൾ അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. അബ്ശലോം എന്ത് ചെയ്തു? ഒന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഈ അബ്ശലോമിന് ഒരു രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്, ആടുകളുടെ രോമം കത്തിക്കുന്ന. അതിനുവേണ്ടി അബ്ശലോം ദാവീദ് രാജാവിനോട് പറയുകയും ഈ അമ്നോനെയും മറ്റ് രാജകുമാരന്മാരെയും അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. അവിടെ ക്ഷണിച്ചു. ദാവീദ് രാജാവ് അവരെ പറഞ്ഞയക്കുന്നു. അവിടെ വെച്ച് അബ്ശലോം തൻ്റെ ആൾക്കാരോട് പറഞ്ഞു, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനായിരിക്കുന്ന സമയത്ത് അവനെ അങ്ങ് അടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് തന്നെ ചെയ്തു. അതിനുശേഷം അത് മരണം കൊന്നു കഴിഞ്ഞപ്പോൾ അബ്ശലോമിന് ഭയമായി. അബ്ശലോം എന്ത് ചെയ്തു? അബ്ശലോം അവിടുന്ന് ഓടിപ്പോയി ഗെശൂറിൽ പോയിട്ട് ഒളിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ദാവീദ് രാജാവിന് അബ്ശലോമിനോട് ഭയങ്കര സ്നേഹമാണ്. അതാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പം ദാവീദ് രാജാവിൻ്റെ സേനാധിപതിയായ യോവാബ് ഇടപെട്ട് അബ്ശലോമിനെ
വീണ്ടും 3 വർഷത്തിന് ശേഷം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. കാരണം രാജാവിൻ്റെ ആ ഒരു പ്രയാസം കണ്ടിട്ടാണ് അത് കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്ന് അവിടെ എത്തിയിട്ടും അതൊരു സമാധാനത്തിലെത്തിയില്ല. പിന്നെ ഇതിൻ്റെ കഥകൾ അറിയുന്ന നമുക്കറിയാം, അബ്ശലോം എന്ത് ചെയ്തു? ദാവീദ് രാജാവിനെതിരെ സ്കീം ചെയ്തു. രാജ്യത്തെ പ്രജകളെയൊക്കെ വിളിച്ചുകൂട്ടി ദാവീദ് രാജാവിൻ്റെ രാജ്യവും കൊട്ടാരവും കൂടാതെ വെപ്പാട്ടികളെയെല്ലാം അബ്ശലോം എന്ത് ചെയ്തു? സ്വന്തമാക്കി കഴിഞ്ഞ് പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് ബൈബിള് അറിയുന്ന ആ കഥകളൊക്കെ അറിയുമല്ലോ. പിന്നീട് ഇവരെല്ലാവരും രാജാവ് പിന്നെ അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. തൻ്റെ ജീവനെ ഭയപ്പെട്ട് രാജാവ് ഓടിപ്പോകേണ്ടി വരികയും അവസാനം രാജാവിൻ്റെ ആളുകൾ അബ്ശലോമിനെ എതിരെ ചെന്ന സമയത്ത് അബ്ശലോമിൻ്റെ മുടി നീളമുള്ളതായിരുന്നു. അതൊരു കരുവേലത്തിൻ്റെ മേലെ കുടുങ്ങി അബ്ശലോം എന്ത് ചെയ്തു? ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. ആ സമയത്ത് ഇവർ 3 കുന്തം കൊണ്ട് അബ്ശലോമിനെ കുത്തുക മാത്രമല്ല, അതിനുശേഷം 10 പേര് ചേർന്ന് അടിച്ചു കൊന്നു അബ്ശലോമിനെ. ഇവിടെയാണ് അബ്ശലോമിൻ്റെ കഥ തീരുന്നത്. ഈ കഥ നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഇന്ന് ഞാൻ അതിനെ നിങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നോക്കിക്കേ, ആ ഒരു ഭയങ്കരമായ തെറ്റല്ലേ അബ്ശലോമിനോട് താമാറിനോട് അമ്നോൻ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ വലിയ തെറ്റാണ് അല്ലേ? നമുക്ക് മാനുഷികമായിട്ട് തോന്നൂലേ അബ്ശലോം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമായിരുന്നു എന്ന് തോന്നും. പക്ഷെ അബ്ശലോം ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞതുമില്ല. ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നു. അതെന്താണ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ്? ക്ഷമിക്കാൻ പറ്റിയില്ല അല്ലേ? അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അബ്ശലോമിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ വെച്ചു, അത് പ്രതികാരമായി, അത് കൊലപാതകത്തിൽ അവസാനിച്ചു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അത് ഭയങ്കര സക്സസ് ആയി. അവിടെ വീണ്ടും അഹങ്കാരം വന്നപ്പോഴാണ് സ്വന്തം അപ്പനെതിരെ തന്നെ ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അപ്പനെതിരെ പോവുകയും ചെയ്തു. അവസാനം നമ്മൾ അബ്ശലോമിൻ്റെ അന്ത്യവും നമ്മളവിടെ കണ്ടു. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ നാച്ചുറലി എന്തു വരും? ഇതിൻ്റെ കോൺസിക്വൻസ് വരും. നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാച്ചുറലി കോൺസിക്വൻസ് വരും. അപ്പം നമുക്ക് ദൈവ മക്കളാണ്, ദൈവ പൈതങ്ങളാണെന്ന് പറഞ്ഞ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമുക്ക് നോക്കാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പം അവിടെ എന്താ പറയുന്നത്? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അവിടെ എന്താ പറഞ്ഞത്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. ഇപ്പം നമ്മൾ എന്താ കാണുന്നത്? വളരെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും എഫേസ്യർക്ക് എഴുതിയ ലേഖനവും ഒക്കെ യേശുവിനെ അറിയാത്തവർക്ക് എഴുതിയ ലേഖനങ്ങളാണോ? അല്ല. അവരാരാന്നാ പറഞ്ഞത്? പ്രിയരും വൃതന്മാരും വിശുദ്ധരും. അങ്ങനെയാണല്ലേ നമ്മൾ ആ കൊളോസ്യറിൻ്റെ ആദ്യത്തെ 12-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ വായിച്ചത്? പ്രിയരും വൃതന്മാരും വിശുദ്ധരും ആയ ജനങ്ങൾക്ക് വരാവുന്ന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം വരാവുന്ന ഒരു കാര്യമാണ് എന്തോന്ന്? നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-28 ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 6-ാം അധ്യായം 27-28. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണോ? അല്ല. ആരൊക്കെയാണിത്? ആരൊക്കെ പറഞ്ഞ്? 1 നിങ്ങളുടെ ശത്രുക്കൾ, 2 പകയ്ക്കുന്നവർ, 3 നിങ്ങളെ ശപിക്കുന്നവർ, 4 നിങ്ങളെ ദുഷിക്കുന്നവർ. ഇവരാരും നമ്മുടെ കൂട്ടുകാരല്ലല്ലോ അല്ലേ?
ഇവർക്ക് വേണ്ടിയൊക്കെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവ്? സ്നേഹിക്കുക, ഗുണം ചെയ്യുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ ക്ഷമിക്കണം അല്ലേ? കർത്താവ് നമ്മളോട് ക്ഷമിച്ച പോലെ. അവരൊക്കെ നമ്മളോട് എത്രയാ കടംപെട്ടിരിക്കുന്നത്? 100 വെള്ളിക്കാശ്. നമ്മളെ കയ്യിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ഇളച്ച് കിട്ടിയതോ 10,000 വെള്ളിക്കാശല്ലേ? 10,000 താലന്ത്. ഒരു താലന്ത് എത്രയാണെന്ന് പറഞ്ഞ് 6,000 വെള്ളിക്കാശ്. എല്ലാവരും പഠിച്ചു, നല്ല ഓർമ്മയുണ്ട്. അപ്പം ഇത്രയും നമുക്ക് ചെയ്തു തന്ന കർത്താവിന് വേണ്ടി കുറേതൊക്കെ നമ്മുടെ മനസ്സിലിപ്പം ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുവേ. പഴയ അല്ലേ, അതെല്ലാവരും എല്ലാവരും തലയാട്ടുന്നുണ്ട്. ഇങ്ങനെ പലതും പൊങ്ങി വരുന്നുണ്ട് അല്ലേ. ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഇതൊക്കെ പറയാൻ ഞാൻ യോഗ്യയാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ക്ഷമിച്ചേ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് പലതും പൊങ്ങി വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് കളയാം. അപ്പോൾ ഈ 4 ചോദ്യത്തിന് നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മളിപ്പോഴും പോയിട്ടില്ല. അപ്പോൾ കർത്താവ് ക്ഷമിച്ചാൽ ക്ഷമിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ് പറ്റുന്നേ? 10,000 താലന്ത് നമ്മൾ ഓർത്താൽ 100 വെള്ളിക്കാശ് ഒന്നുമില്ല. ഓക്കെ, അതെല്ലാവരും എഗ്രി ചെയ്തല്ലോ അല്ലേ? അത് പറ്റി. ഇനി ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിച്ചിരിക്കണം. ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ നമുക്ക് എന്താ പറ്റുക? കർത്താവ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നല്ലോ അല്ലേ. എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരെ പിടിച്ച് ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിസിപ്ലിൻ ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. മലയാളത്തിൽ എന്താ പറയുക? മലയാളത്തിൽ ഡിസിപ്ലിൻ. നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പണിഷ് ചെയ്യുകയല്ല, ശിക്ഷയ്ക്ക് വിധിച്ച്, കുറ്റം വിധിച്ച് ശിക്ഷിക്കില്ല. കാരണം നമ്മളാരാ? അപ്പൻ്റെ മക്കളാണ്. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അത് കൊടുത്ത് തീർക്കുവോളം ദണ്ഡിപ്പിക്കും. അപ്പോൾ ഇനി ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. എന്തെങ്കിലും ദണ്ഡനം നടക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. ഇപ്പം നമ്മൾ ആ മനസ്സിൽ പൊങ്ങി വരുന്ന പേരുകൾ നമ്മൾ ഓർത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിൽ അതെല്ലാം അങ്ങ് ഇട്ടേക്കുക. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. നമുക്കൊരു കാര്യം പറയാം. നമ്മൾ ലോകത്തിൽ പല മതങ്ങളുണ്ട് അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവാണെന്ന് മാത്രമാണ് നമ്മളോട് എന്തു പറഞ്ഞിരിക്കുന്നത്? ക്ഷമിക്കണമെന്ന്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നങ്കൂരമാണ് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നതെന്ന് പറയാം. ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കും ഒരു മെറ്റൽ, ഒരു ലോഹനിർമ്മിതമായ വളരെ ഖനമുള്ളൊരു സാധനമാണ്. ഇതെന്തിനാ നമ്മൾ കപ്പലുകളിലൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ആ കാറ്റും കോളും വരുമ്പോൾ കപ്പൽ ആ കറക്റ്റ് ദിശയിലേക്ക് തന്നെ കപ്പിത്താനെ ഓടിക്കണമെങ്കിൽ ഈ സാധനം വേണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്തോ ഓർക്കണം? നമ്മളെ നങ്കൂരത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ആരോടെങ്കിലും നമ്മൾ 100 വെള്ളിക്കാശെന്നും പറഞ്ഞിട്ട് തൊണ്ടയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ആ രണ്ടാമത്തെ രംഗം ഓർത്താൽ മതി. നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കപ്പൽ നേരെ ഓടും. നമ്മളോട് കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയില്ല. ഞാൻ ചെയ്ത പോലെ കർത്താവ്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാനേ കർത്താവ് പറയുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഓർത്ത് നോക്കാം, എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ഓർത്ത് നോക്കാം. അപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ച പോലെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. കാരണം നമ്മൾ 100 വെള്ളിക്കാശിൻ്റെ കണക്കും വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അല്ലേ. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപക്ഷമ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് കർത്താവ് നമുക്ക് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ പറ്റും. പിന്നെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം ഈ എന്താ പറയുക, അൺഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഈ ക്ഷമിക്കാൻ പറ്റായിക എന്ന അസുഖം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധ്യമല്ല. ഇനി അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അപ്പൻ്റെ മക്കളായതുകൊണ്ട് അല്ലേ, ഒരപ്പൻ തൻ്റെ മക്കളെയല്ലേ ഡിസിപ്ലിൻ ചെയ്യുള്ളൂ?
അടുത്ത വീട്ടിലെ ആളുടെ പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്യാൻ പോവുമോ നമ്മൾ? ഇല്ല, നമ്മുടെ മക്കളെയാണ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്തിരിക്കും. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ പേരുകളെയും ആ വ്യക്തികളെയും, ചിലപ്പോൾ നമുക്ക് പേര് പോലും അറിയുന്നുണ്ടാവില്ല, ചിലർ നമ്മളോട് പലതും ചെയ്തതായിട്ടുള്ളവരെയും നമുക്ക് ഇപ്പോൾ മനസ്സിൽ നമുക്ക് ഓർത്ത് അവരെയെല്ലാം നമ്മൾ ആ 10,000 താലന്ത് നമുക്ക് ലഭിച്ചത് അവരെ നമ്മൾ ഇനി ഓർക്കണ്ട. നമ്മൾ ആ 10,000 താലന്ത് നമ്മളോട് ക്ഷമിച്ച ആ രാജാവിനെ മാത്രം, നമ്മുടെ രാജാവായ നമ്മുടെ യേശു കർത്താവിനെ മാത്രം ഓർത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഈ രാവിലെ സമയം, ഈ മധ്യാഹ്ന സമയത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു വലിയൊരു റിലീസ് അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിയ സംഭവങ്ങൾ, പ്രയാസപ്പെടുത്തിയ അനുഭവങ്ങൾ, പ്രയാസപ്പെടുത്തിയ വ്യക്തികൾ, അവർക്കെല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് നമ്മളോട് പഠിപ്പിച്ചത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും നമ്മളെ പഴിച്ചു പറയുന്നവരെ ഗുണം ചെയ്യുവാനും ഒക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ആത്മനിറവ് നമുക്ക് ഇന്ന് ഈ രാവിലെ സമയം നമുക്ക് തരുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ അതെല്ലാം ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയട്ടെ, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ചിന്തിച്ചതും ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഓർത്തു. പക്ഷേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചെയ്ത ആ പരമയാഗത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഒന്നും അല്ലെന്ന് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അതെല്ലാം കർത്താവ്, ഇതെല്ലാം നിസ്സാരമായ 100 വെള്ളിക്കാശ് മാത്രമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എന്തൊക്കെ കുറവുകൾ ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളോടും അങ്ങ് ഞങ്ങളോട് എന്നും ക്ഷമിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. അതുകൊണ്ട് കർത്താവേ, അപ്പം അങ്ങയുടെ ഡിസിപ്ലിനിലേക്ക് ഞങ്ങൾ പോവാതെ കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ അതെല്ലാം വിട്ടുകളഞ്ഞു കർത്താവേ. അങ്ങയുടെ നല്ല മക്കളായി, പ്രിയന്മാരായി, വൃദ്ധന്മാരായി, വിശുദ്ധരായി ഒന്നുകൂടെ കർത്താവെ സ്നേഹം, മനസ്സലിവ്, ദയ, താഴ്മ ഇവയെല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടെ ധരിച്ചുകൊണ്ട് കർത്താവെ അങ്ങേക്ക് പ്രിയമുള്ള മക്കളായിട്ട് മുന്നോട്ടുള്ള നാളുകളെ ഞങ്ങളെ ജീവിപ്പാൻ സഹായിക്കണം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉയർച്ച നൽകണം കർത്താവെ. ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇതിലൂടെ കർത്താവെ അങ്ങ് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, തടസ്സങ്ങൾ നീങ്ങി കർത്താവെ, അൺഫോർഗീവ്നെസ് മാറി കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്ന ദുഷ്ടൻ തടഞ്ഞു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദുഷ്ടൻ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയിരിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ആ വിശ്വാസത്തോടെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വവും അപ്പം അങ്ങേക്ക് മാത്രം നൽകുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.